ചേട്ടാ ഞാൻ അർജന്റായിട്ട് ഒന്ന് പുറത്തു പോവാം. നമ്മുടെ രാജമ്മ ആന്റിക്ക് 50,000 സിന്ധു ആന്റിക്ക് 25,000 അയക്കണേ. ഇത് കൊടുത്തേക്ക്, ഞാൻ ഇപ്പൊ പോയിട്ട് വരാം. എനിക്കിവിടെ എത്ര പൈസ? അതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് അയച്ചു കൊടുക്ക്. അത് ശരി. ഇതിപ്പോ ഞാൻ അയച്ചിട്ടുണ്ട്. എന്നിട്ട് നീ വലിയ വലിയ എമൗണ്ട് അയക്കുന്ന സമയത്ത് ഓരോ ട്രാൻസാക്ഷനും എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും, മനസ്സിലായിക്കോ? ചേട്ടൻ എന്താ ഈ പറയുന്നേ? ഫെബ്രുവരി 15 തൊട്ട് നെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, യോനോ ഇതിലൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത്, ഇതുവഴിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോ ട്രാൻസാക്ഷനും IMPS ചാർജ് കൊടുക്കണമെന്ന് SBI പുതിയ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് ഫെബ്രുവരി 15 തൊട്ട്. അയ്യോ, അപ്പൊ ഇനിയും തൊട്ട് ഇത്ര വലിയ എമൗണ്ട് ഒന്നും അയക്കാൻ പറ്റില്ലേ? അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. 25,000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷന് മാത്രമേ നമ്മൾ ഈ ചാർജ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അതായത് 25,001 തൊട്ട് മോഡലോട്ട്. 25,001 തൊട്ട് 1 ലക്ഷം രൂപ വരെയുള്ള ട്രാൻസാക്ഷന് 2 രൂപ പ്ലസ് GST കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് 1 ലക്ഷം ടു 2 ലക്ഷം രൂപയാണെങ്കിൽ 6 രൂപ പ്ലസ് GST. 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണെങ്കിൽ 10 രൂപ പ്ലസ് GST. അയ്യോ ചേട്ടാ, അപ്പൊ ഇനി ആന്റിമാർക്കൊന്നും പൈസ അയക്കാൻ പറ്റില്ലേ? പരിപാടിക്ക് അടുത്ത് വരുവാണല്ലോ, പൈസ കൊടുക്കണ്ടേ? അത് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് 50,000 രൂപ ഒരു സമയത്ത് അയക്കണമെങ്കിൽ 25,000 സ്പ്ലിറ്റ് ആക്കി അയച്ചാൽ മതി. 30,000 രൂപ അയക്കണമെങ്കിൽ 15 വെച്ച് അയച്ചാൽ മതി. അങ്ങനെ 25,000 മുകളിൽ ഏത് തുകയാണെങ്കിലും നിനക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അയച്ചാൽ മതി. പ്രശ്നം തീർന്നില്ലേ? ഓ, ഇത് കൊള്ളാം, അത് നല്ല ഐഡിയ ആണല്ലോ. ഞാൻ പോവാനല്ലേ ചേട്ടനോട് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞത്? ഇതെന്താ കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കണം, ഞാൻ പോവാ. ബോസ് വാല, ബി ദ ബോസ്.